ഈ വാർത്താ ദിനത്തിലെ 10 പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വർക്കലയിൽ കേരള എക്സ്പ്രസിൽ നിന്നും അക്രമി തള്ളിയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. മതിയായ ചികിത്സ നൽകുന്നില്ല എന്ന കുടുംബത്തിന്റെ ആരോപണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് തള്ളി. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. പ്രതി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. ശ്രീകുട്ടിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പ്രതി ആക്രമിച്ചു എന്നാണ് എഫ്ഐആറിലെ പരാമർശം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ അപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. അപകടനില തരണം ചെയ്തു എന്ന് പറയണമെങ്കിൽ 48 മണിക്കൂർ കഴിയണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇന്നലെ വന്നതിന് ശേഷം നമ്മൾ കൊടുക്കാവുന്ന, കേരളത്തിൽ കിട്ടാവുന്ന ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് നമുക്ക് നിർദ്ദേശം കിട്ടിയിരുന്നു. അത് പഴുതടച്ച രീതിയിലുള്ള ചികിത്സകളാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അതിപ്രഗത്ഭരായ പ്രൊഫസർമാരുടെ ഒരു ടീം ആണ് ചികിത്സിക്കുന്നത്. എന്തായാലും ശ്രീകുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ചികിത്സ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകിയിട്ടുണ്ട്. ന്യൂറോ വിഭാഗം ഡോക്ടറെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് രൂപം നൽകിയിരിക്കുന്നത്. ഈ സംഘം കൃത്യമായി ശ്രീകുട്ടിയുടെ ആരോഗ്യനില പരിശോധിക്കുന്നുണ്ട്. എന്തായാലും 48 മണിക്കൂർ നിർണായകമാണ്. ഞാൻ കയറി കണ്ട അത്ര സമയം വെച്ചിട്ട് ഒരു ഡെഡ് ബോഡി കിടക്കുമ്പോഴേ സത്യം പറഞ്ഞ കൊച്ചവിടെ കിടക്കണത്. അത് എനിക്കറിയാം. അങ്ങനെയാണ് കിടക്കണത്. പാതി കണ്ണടച്ച് ഒരു തൊടുമ്പോ ഫുൾ ഐസാണ്, ദേഹം മൊത്തം ഐസാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. അതാണ് സത്യം. എഫ്ഐആറിൽ ഗുരുതരമായ കുറ്റങ്ങളാണ് ഈ സുരേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രകോപനവുമില്ലാതെ ചവിട്ടി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് തള്ളുകയായിരുന്നു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ സുരേഷിനെതിരെ മുൻപും പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുണ്ടെന്നും മോഷണ കേസിലും പോക്കറ്റടി കേസിലും അടക്കം സുരേഷ് പ്രതിയായിട്ടുണ്ടെന്നും ഈ എഫ്ഐആറുമായി ബന്ധപ്പെട്ട പോലീസിന്റെ തുടർ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റെയിൽവേ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യചിഹ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. റെയിൽവേ സുരക്ഷ അത് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. ഇടുക്കി മൂന്നാറിൽ വിനോദസഞ്ചാരിയായ യുവതിക്ക് ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് മോശം അനുഭവമുണ്ടായ സംഭവത്തിൽ 2 പേർ പിടിയിലായി. മൂന്നാർ സ്വദേശികളായ വിനായകൻ, വിജയകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. യുവതിയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. മുംബൈ സ്വദേശി ജാൻവി ദുരനുഭവം വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പങ്കുവച്ചിരുന്നു. We found the Uber guy, we started loading our bags, and as soon as we started doing that, out of nowhere, 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. കേസിൽ മൂന്നാർ സ്വദേശികളായ വിനായകൻ, വിജയകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ദുരനുഭവം വ്യക്തമാക്കുന്ന പെൺകുട്ടിയുടെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. മൂന്നാർ പോലീസ് കേസെടുത്തു. ആദ്യം സംഭവസ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. പിന്നാലെ മൂന്നാർ സ്റ്റേഷനിലെ ASI സാജു പൌലോസ്, ഗ്രേഡ് SI ജോർജ് കുര്യൻ എന്നിവർക്ക് സസ്പെൻഷൻ. ഒക്ടോബർ 31 മൂന്നാറിൽ നിന്ന് യാത്രയ്ക്കായി ജാൻവി യൂബർ ടാക്സി ബുക്ക് ചെയ്തു. എന്നാൽ ഇതിൽ സഞ്ചരിക്കാൻ ടാക്സി ഡ്രൈവേഴ്സ് അനുവദിച്ചില്ലെന്നാണ് പരാതി. 6 പേരുടെ സംഘം തടഞ്ഞുവെച്ചുവെന്ന് വീഡിയോയിൽ പറയുന്നു. സ്ഥലത്തെത്തിയ പോലീസ് ഏകപക്ഷീയമായി ഇടപെട്ടുവെന്നും ആരോപിച്ചു. പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവം ദൗർഭാഗ്യകരമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അത് ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിലെ മന്ത്രിമാരും മറ്റ് സംഘടനകളുമൊക്കെയായി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. വളരെ സുരക്ഷിതമായി ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും ജീവിക്കാനും പറ്റുന്ന സ്ഥലം കേരളമാണ്. യുവതിയിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് ശ്രമം തുടങ്ങി. 24 ഇടുക്കി. മൂന്നാറിൽ മുംബൈ സ്വദേശിനിക്ക് ടാക്സി ഡ്രൈവേഴ്സിൽ നിന്ന് ദുരനുഭവമുണ്ടായ സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഊബർ ഡ്രൈവർ അസ്കർ. വിനോദസഞ്ചാരിയുടെ ലഗേജുകൾ മറ്റൊരു ടാക്സിയിൽ കയറ്റാൻ പോലീസ് നിർദ്ദേശിച്ചു. ഊബർ ടാക്സി തടയുന്നതിന്റെ ദൃശ്യങ്ങളും 24 ലഭിച്ചു. ടാക്സി ഡ്രൈവർമാർക്കൊപ്പമാണ് പോലീസ് നിന്നതെന്നും അസ്കർ 24നോട് പറഞ്ഞു. അവിടുന്ന് അവർ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ കാർ വെച്ച ലൊക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായിരുന്നത്. അവിടേക്ക് വന്നു. അവിടെ വന്നിട്ട് കാറിൽ കയറുന്ന സമയത്ത് ഈ ഓട്ടോക്കാരൻ വന്നിട്ട് കാറിന് ഫ്രണ്ടിലിട്ട് കഴിഞ്ഞ് ഇവിടെ ട്രിപ്പ് എടുക്കാൻ പറ്റില്ല, ഊബറിൽ ട്രിപ്പ് എടുക്കാൻ പറ്റില്ല, ഇവിടെ അലോഡില്ല.
ഞാൻ പറഞ്ഞ് ഹൈക്കോടതിൻ്റെ ഉത്തരവുകൾ ഇറങ്ങിയതാണ്. ഇത് കുറേ പ്രശ്നങ്ങൾ ഈ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഹൈക്കോടതിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഊബറിന് എവിടെ പോയി കഴിഞ്ഞാലും ട്രിപ്പ് എടുക്കാന്നുള്ളത്. അങ്ങനെ അവർ പറഞ്ഞില്ല, സമ്മതിക്കില്ല, ട്രിപ്പ് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു. അവർ പോലീസിനോട് അവർ വിളിക്കുന്നുണ്ട് പോലീസിനെ. ഞാൻ ഓക്കെ, നിങ്ങൾ വിളിച്ചോ, ഞാൻ വെയിറ്റ് ചെയ്യാം. കസ്റ്റമർ പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വിളിച്ച പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഊബറിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. പോലീസ് എത്തിയിട്ട് പോലീസും ആദ്യം പറയുന്നത് എന്താ, നിനക്ക് ഇവിടുന്ന് ട്രിപ്പ് എടുക്കാൻ പറ്റൂല എന്ന് അറിയില്ലേ എന്നാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒറ്റക്കാണ് അവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പോലീസിനെ വിളിക്കുന്നതിന് നമുക്ക് സപ്പോർട്ടിന് വേണ്ടിയാണ്. ഓൾറെഡി അലോഡുള്ള കാര്യമാണ്, ഇത് ലീഗലാണ്, നമുക്ക് ടാക്സി അവിടെ പോയിട്ട് എടുക്കാം. പോലീസ് വന്നിട്ട് എന്നോട് പറഞ്ഞത് ഇവിടുന്ന് എടുക്കാൻ പാടില്ല, നിനക്ക് അറിയില്ല എന്ന്. പുരസ്കാര നേട്ടത്തിൽ സന്തോഷം പങ്കുവച്ച താരങ്ങൾ കിട്ടാത്തവർക്ക് അടുത്ത വർഷം കിട്ടട്ടെ എന്ന് മമ്മൂട്ടി പറഞ്ഞു. പ്രതീക്ഷിച്ചത് മികച്ച നടനുള്ള പുരസ്കാരമെന്നും മമ്മൂട്ടിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്നുമായിരുന്നു പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹനായ ആസിഫ് അലിയുടെ പ്രതികരണം. എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്, ഷംല ഹംസയ്ക്ക്, ഇവിടെ സിദ്ധാർത്ഥ് ഭരതൻ, സൗബിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽ നീരത് ടീമിന് അഭിനന്ദനങ്ങൾ, മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം. പുരസ്കാര നിറവിന്റെ സന്തോഷം പങ്കുവെക്കുന്നതിനൊപ്പം ഇത്തവണ കിട്ടാത്തവർക്ക് അടുത്ത തവണ കിട്ടട്ടെയെന്നും മമ്മൂട്ടിയുടെ ആശംസ. താനും പുതിയ തലമുറയാണെന്നും മമ്മൂട്ടി. പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാനെന്താ പഴയതാണോ? ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ. തുടക്കക്കാരി എന്ന നിലയിൽ അവാർഡ് പ്രചോദനമെന്ന മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ഷംല ഹംസ 24നോട്. അവാർഡിന്റെ റിസൾട്ട് വന്നപ്പം ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ആൻഡ് ഈ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സിനിമയ്ക്കും ഞങ്ങളെ ക്രൂവിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അവാർഡാണ്. അംഗീകാരങ്ങളെല്ലാം റിയൽ മഞ്ഞുമൽ ബോയ്സിനു കൂടി സമർപ്പിക്കുന്നെന്ന മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിയ സൗബിൻ ഷാഹിർ. വളരെയധികം സന്തോഷം, കാരണം ഇത്രയധികം അവാർഡ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മളൊരു ടീം വർക്കിനെ എല്ലാ രീതിയിലും അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷം. ആഗ്രഹിച്ചത് മികച്ച നടനുള്ള പുരസ്കാരമെന്നും ഇനിയും ശ്രമിക്കാനുള്ള പ്രചോദനമെന്നും പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായ ആസിഫ് അലി. ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് തന്നെയായിരിക്കും എല്ലാവരുടെയും ഡ്രീം. അതിലേക്ക് ഒരു ദിവസം എത്തിച്ചേരുകയും ചെയ്യും. ഇനിയും സമയമുണ്ട്, ശ്രമിക്കണം. കാര്യം ശ്രമിക്കാൻ ഉള്ളൊരു ധൈര്യം കൂടിയാണ്. ഇപ്പം ശ്രമിച്ചാൽ എത്തിച്ചേരും എന്നുള്ളൊരു വലിയ ധൈര്യം തന്നെയാണ് ഇതിൽ കൂടെ കിട്ടിയത്. വളരെ സന്തോഷമെന്നും എല്ലാം ഒരു ബോണസാണെന്നും പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹയായ ജ്യോതിർമയി. സന്തോഷം, എല്ലാം എനിക്കൊരു ബോണസായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറേ നാളിന് ശേഷം എനിക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ അവസരം കിട്ടി. അതിൽ ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ബോണസ് തന്നെയാണ്, ഒരു വലിയൊരു അംഗീകാരമാണ്. അവാർഡ് അച്ഛന് സമർപ്പിക്കുന്നുവെന്ന് ഗായകനായ KS ഹരിശങ്കർ. ഈ ഒരു സോങ് തീർച്ചയായിട്ടും വളരെ സന്തോഷം എനിക്കത് പാടാൻ സാധിച്ചതിൽ. കിളിയെന്ന് പറഞ്ഞ പാട്ട്. പിന്നെ ഈ അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നതിൻ്റെ ആയിട്ടുള്ളൊരു ടെൻഷനും എല്ലാം ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഒരിക്കലും. ഈ അവാർഡ് ഞാൻ എൻ്റെ അച്ഛന് സമർപ്പിക്കുന്നു. അച്ഛനുള്ള അവാർഡാണിത്. പാട്ടുപാടി സന്തോഷം പങ്കുവച്ച് ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയ റാപ്പർ വേടൻ. ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല, സന്തോഷത്തിലാണ്. കാണ്ടാമൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ, പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ. എന്റർടൈൻമെന്റ് ഡെസ്ക് 24. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ പ്രചാരണം കൊഴുപ്പിച്ച് ദേശീയ നേതാക്കൾ. NDA വികസനവും കോൺഗ്രസ് വിനാശവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതെ ബീഹാറിന് വേണ്ടി എന്ത് ചെയ്തെന്ന് മോദി പറയണം എന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ്, പ്രിയങ്ക ഗാന്ധി അങ്ങനെ പ്രമുഖരുടെ, ദേശീയ നേതാക്കളുടെ ഒരു നീണ്ട നിര അവസാന ലാപ്പിൽ ബീഹാറിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി RJDയും കോൺഗ്രസിനെയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. വഖഫ് നിയമം അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. RJD നേതാവ് തേജസ്വി യാദവിനോട് എന്തുകൊണ്ടാണ് തന്റെ പിതാവ് ലാലു പ്രസാദ് യാദവിന്റെ ഫോട്ടോ പോലും പേരുപയോഗിക്കാൻ പോലും പേടിക്കുന്നത് എന്ന പരിഹാസം നരേന്ദ്രമോദി ഉന്നയിച്ചു. അങ്ങനെ ലാലു പ്രസാദിന്റെ പേരുപയോഗിച്ചാൽ തേജസ്വിക്കെതിരെ ജനം തിരിയുമെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നും അദ്ദേഹം പരിഹസിച്ചു. बिहारियों को गालियां देते हैं, उनको कांग्रेस ने बिहार चुनाव में प्रचार के लिए बुलाया ताकि RJD को आपके गुस्से का सामना करना पड़े. 3 കുരങ്ങന്മാരാണ് മഹാസഖ്യത്തിൽ ഉള്ളത് എന്നതായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പരിഹാസം. गांधी जी के 3 बंदरों के बारे में सुना होगा, लेकिन आज इंडी गठबंधन के 3 और बंदर आ गए.
ये तीन बंदर पप्पू, टप्पू और अप्पू के नाम पर ആളുകളെ അപമാനിക്കാൻ ഈ പ്രത്യേക വകുപ്പ് തന്നെ കേന്ദ്ര സർക്കാരിന് രൂപീകരിക്കാമെന്ന് പ്രിയങ്ക ഗാന്ധിയും വിമർശിച്ചു. വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ അടിച്ചമർത്താനുള്ള, ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്താനുള്ള രീതി അത് ബ്രിട്ടീഷ് രാജിന് തുല്യമാണ് എന്നും പ്രിയങ്ക പറഞ്ഞു. आज भी वही परिस्थिति हमारे सामने है. पहले अंग्रेजी साम्राज्य था, अब मोदी जी का राज है, जिसमें अगर आवाज उठाओगे तो पीटे जाओगे, अगर सवाल करोगे तो मारे जाओगे. ബഗുസാരിയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഒരു കുളത്തിൽ ഇറങ്ങുകയും അവരോടൊപ്പം മീൻ പിടിക്കുകയും ചെയ്ത കാഴ്ച അത് രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. താൻ മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് എന്നവരെ ബോധ്യപ്പെടുത്താനും അവരുടെ അവസ്ഥകൾ നേരിട്ട് അറിയാനുമാണ് താൻ അങ്ങനെ ചെയ്തത് എന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ വിശദീകരിച്ചതാണ്. പക്ഷേ അതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന രീതിയിൽ BJP ഇന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചു. ശബരിമല കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെത്തിച്ച് സ്വർണം വേർതിരിച്ചതായി റിപ്പോർട്ടിൽ പരാമർശം. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ദേവസ്വം തലപ്പത്തേക്ക് നീളുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. മുരാരി ബാബു നൽകിയ ജാമ്യാപേക്ഷ ഈ മാസം 6-ന് കോടതി പരിഗണിക്കും. മുൻകൂർ ജാമ്യം തേടി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.